നമസ്കാരം. ഈ ജാതികുമാരന്മാർ നിരവധിയുണ്ട് നമ്മുടെ കേരളത്തിൽ. ഈ ജാതി മാത്രം വിറ്റ് അവരുടെ ആവശ്യാനുസരണം മഹാത്മാഗാന്ധിയും ഡോക്ടർ ബി ആർ അംബേദ്കറെയും ഉദ്ധരിച്ച് സമൂഹത്തിൽ തങ്ങളൊരു പണ്ഡിതനാണ്, സ്വയം ഒരു പണ്ഡിതനാണ് എന്ന് മേനി നടിച്ച് നടക്കുന്നവർ. അത്തരത്തിലുള്ള ആളുകളുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗാന്ധിയും അംബേദ്കറെയും പഠിച്ച ശ്രീജിത്ത് പണിക്കരെ പോലുള്ള വ്യക്തികളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ തൊലിയുരിഞ്ഞ പരുവത്തിലായിപ്പോവും. അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ സമീപകാലത്ത്. തത്വമൈ ന്യൂസ് തന്നെ ആ വിഷയം വിശദമായി പ്രേക്ഷകരുമായി ചർച്ച ചെയ്തിരുന്നു. ശ്രീജിത്ത് പണിക്കർ നിർത്തി തൊലിയൊരിച്ച് വിടുന്നത് ജാതികുമാരനെയും ജാതികുമാരിയെയും മറ്റൊരു ജാതികുമാരനെയും തൊലിയൊരിച്ച് വിടുന്നത്. ഇപ്പോൾ ഈ ജാതികുമാരൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ ഇന്ന് ചെയ്ത മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ സോനം വാങ്ചുക് എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധിയുമായിട്ട് സോനം വാങ്ചുക് കിടക്കുന്ന ഡയറ്റിങ്ങിനെ ഈ വ്യക്തി ഉപമിച്ചിരിക്കുന്നു. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ കാലത്ത്, ഗാന്ധിയുടെ കാലത്ത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവനിൽ താല്പര്യമുള്ള ഭരണാധികാരികളുണ്ടായിരുന്നു, ഭൂതതയുള്ള ഭരണാധികാരികളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധിയുടെ നിരാഹാര സത്യാഗ്രഹങ്ങൾ വിജയിച്ചത്. സോനം വാങ്ചുക്കിനെ നേരിടുന്നത് ക്രൂരനായ മോദിയാണ്. ഇതാണ് ജാതികുമാരൻ്റെ ഉദ്ദേശം. അടിസ്ഥാനപരമായിട്ട് ജാതികുമാരൻ്റെ ഈ ഒരു വാദം എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ അതിൽ തന്നെ മോദി ഏകാധിപതിയാണോ, സോനം വാങ്ചുക് കിടക്കുന്ന ഡയറ്റിംഗ് ആണോ, നിരാഹാരമാണോ, ഇതൊന്നുമല്ല പ്രശ്നം. ഇവിടെ ഗാന്ധിയാണ് പ്രശ്നം. ഗാന്ധിയുടെ നിരാഹാര സമരങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം 17 18 നിരാഹാര സമരങ്ങൾ കിടന്നിട്ടുണ്ട്. അതിൽ 1918 അഹമ്മദാബാദിൽ ഒരു വസ്ത്രനിർമ്മാണശാലകളുടെ തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു നിരാഹാര സമരമല്ലാതെ 1918 കാര്യമാണ് ഈ പറയുന്നത്. നിരാഹാര സമരത്തിലല്ലാതെ അധികം നിരാഹാര സമരങ്ങളിൽ അദ്ദേഹം വിജയിച്ചിട്ടില്ല. അതാണ് വാസ്തവം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നിരാഹാര സമരങ്ങൾ 2 അതിലേക്ക് ഞാൻ വരാം. 2 എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ചും, രണ്ടാമത്തേത് ഒരു പരന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള നിരവധി നിരാഹാര സമരങ്ങളും. ഈ അഹമ്മദാബാദ് തുണിമില്ലിലെ സമരം വിജയിച്ചത് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇദ്ദേഹം സമരം ചെയ്തപ്പോഴായിരുന്നു. അന്ന് ഈ തൊഴിലുടമകൾക്ക് ഇത്തരത്തിലുള്ളൊരു സമര രീതി പുതുമയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കിടക്കുന്ന ആളുകൾക്ക് അവിടെ ശ്രദ്ധിക്കുക, ഭരണാധികാരികളുമായിട്ടല്ല ഗാന്ധിജി ഏറ്റുമുട്ടുന്നത് അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരത്തിലൂടെ, തൊഴിലുടമകളുമായിട്ടാണ്. തൊഴിലുടമകൾ ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നുള്ള മട്ടിൽ 35% വേതന വർധന തൊഴിലാളികൾക്ക് നൽകി. ഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും വിജയകരമായി നടത്തിയ നിരാഹാര സമരം, ഒരേ ഒരു നിരാഹാര സമരം ഇതാണ്. അതിനുശേഷം ഈ ജാതി തിരിച്ചുള്ള ഇലക്ട്രേറ്റിനെ സംബന്ധിച്ച്, അതായത് ഹിന്ദു വിഭാഗത്തിലെ താഴ്ന്ന ജാതികളെന്ന് വിളിക്കപ്പെടുന്നവർക്ക് പ്രത്യേക ഇലക്ഷൻ സംവിധാനം, തിരഞ്ഞെടുപ്പ് സംവിധാനം എന്നുള്ള രീതി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതിനെ എതിർത്ത് യർവാദ ജയിലിൽ ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചിരുന്നു. ഒരു മാസത്തിനും അപ്പുറത്തേക്ക് നീണ്ട നിരാഹാര സമരത്തിനൊടുവിൽ ബ്രിട്ടീഷുകാർ വഴങ്ങുകയും ആ തീരുമാനം റദ്ദ് ചെയ്യുകയും പൂന പാക്ട് എന്ന ഒരു കരാറുണ്ടാക്കുകയും ചെയ്തു. അതും വേണമെങ്കിൽ നമുക്ക് വിജയകരമായിരുന്നു എന്ന് പറയാം. പൂന പാക്ട് ഉണ്ടാക്കുവാനായിട്ട് ഗാന്ധിജിയുടെ നിരാഹാരത്തിനും അപ്പുറം പൊതുമണ്ഡലങ്ങളിൽ ആ സമയത്ത് പുറത്ത് നിരവധി പ്രക്ഷോഭങ്ങളും വിമർശനങ്ങളും ഉയർന്നതിനെ തുടർന്ന് കൂടിയാണ് ഈ പൂന പാക്ട് എത്തിയത്. പൂർണ്ണമായിട്ട് അതിൻ്റെ ഒരു കീർത്തി ഗാന്ധിജിക്ക് ചാർത്തി കൊടുക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗാന്ധിജിയുടെ നിരാഹാരം കൊണ്ട് മാത്രം വിജയിച്ചൊരു സമരം ഒന്നേ ഉള്ളൂ. വേണമെങ്കിൽ യർവാദ ജയിലിലെ നിരാഹാരവും നമുക്കതിൻ്റെ കൂടെ കൂട്ടാം. 1.5 എന്നോ 2 എന്നോ പറയാം. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള നിരാഹാര സമരങ്ങളെല്ലാം 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഒന്ന്, ഹിന്ദു മുസ്ലിം വർഗീയ ലഹളകളെ ശാന്തമാക്കുവാൻ വേണ്ടി. നിങ്ങൾ ആയുധം താഴെ വെച്ചില്ലെങ്കിൽ ഞാനിത് ആ പട്ടിണി കിടന്ന് മരിക്കുവാൻ പോകുന്നു. ഒരൊറ്റ നിരാഹാര സമരം പോലും ആ ഉദ്ദേശത്തിൽ വിജയം കണ്ടിട്ടില്ല, പൂർണ്ണ പരാജയമായിരുന്നു. രണ്ടാമത്തേത്, ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനായിട്ട് അദ്ദേഹം നിരവധി തവണ നിരാഹാരം കിടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഭാരതത്തിൽ നിന്നുള്ള പിൻവാങ്ങലിന് പോലും അദ്ദേഹത്തിൻ്റെ ഒരു നിരാഹാര സമരവും വിജയം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കാരണമായിട്ടില്ല. ഇത്രയും ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ നിന്ന് പോകും വരെയുള്ള കാര്യം. ഇനി ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഏറ്റവും വലിയ വിജയമായൊരു നിരാഹാര സമരമുണ്ട്. പാകിസ്ഥാൻ വിഭജനം നടന്നല്ലോ. ആ സമയത്തേക്ക് 53 കോടി രൂപ ഭാരതം പാകിസ്ഥാന് നൽകാമെന്നുള്ളൊരു കരാറുണ്ടായിരുന്നു ഈ വിഭജന സമയത്ത്. പക്ഷേ അതിന്
ആ കരാർ പാലിക്കേണ്ട സമയമായപ്പോഴേക്കും കശ്മീരിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തി. അവരുടെ ജിഹാദികളെ കയറ്റിവിട്ട് ഒരു അധിനിവേശം തന്നെ നടത്തുവാനുള്ള ഒരു ശ്രമം പാകിസ്ഥാൻ തുടങ്ങി. അതേ തുടർന്ന് നെഹ്റു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ള ചുരുക്കം ചില വ്യക്തതയുള്ള തീരുമാനങ്ങളിലൊന്നായ പാകിസ്ഥാനി 53 തുക കൃത്യമായിട്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല. എന്തായാലും 53 മുകളിലുള്ള ഒരു തുകയാണ്. 53 കോടിക്ക് മുകളിലുള്ള ആ കാലത്താണെന്ന് ആലോചിക്കും. ആ തുക ഇപ്പോൾ കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ആ തീരുമാനത്തിൻ്റെ ഒരു സൂത്രധാരൻ. ആ സമയത്ത് ഗാന്ധിജി നിരാഹാരം കിടന്നു. പാകിസ്ഥാൻ 53 കോടി രൂപ കൊടുക്കണം. ഒപ്പം ഈ പാകിസ്ഥാൻ വിഭജന സമയത്ത് അവിടുന്ന് അഭയാർത്ഥികളായി ഭാരതത്തിലേക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഓടിയെത്തിയ ഹിന്ദുക്കൾ ഡൽഹിയിൽ പല പള്ളികളിലും മുസ്ലിം പള്ളികളിലും ഒക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. അവരവിടുന്നൊക്കെ ഇറങ്ങി കൊടുക്കണം. ഈ 2 കാര്യങ്ങൾ അംഗീകരിച്ചേ മതിയാകുകയുള്ളൂ. ഇത്തരത്തിൽ ഗാന്ധിജി നിരാഹാരം കിടക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജിയുടെ വിനീത വിധേയനായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടു. ദ ഓൾഡ് മാൻ ഹാസ് ഗോൺ മാഡ് എന്നാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഗർജിച്ചത്. പക്ഷേ ഈ ഒരു നിരാഹാര സമരം വിജയമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഗാന്ധിജിയുടെ ഒരേ ഒരു നിരാഹാരം വിജയമായിരുന്നു. അത് ഭരണാധികാരികൾക്ക് ബോധതയുണ്ടായിരുന്നത് കൊണ്ടല്ല. അപ്പോൾ തന്നെ സാമൂഹ്യ സാഹചര്യങ്ങൾ വല്ലാതെ വഷളായി കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഭാരതം പോയിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ പട്ടിണി കിടന്ന് ഗാന്ധി മരണപ്പെട്ടാൽ ഭാരതത്തിൽ വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടേനെ. അന്നോളം ഉണ്ടായത് കലാപങ്ങളുടെയും പല മടങ്ങ് വലുതായ ഭയാനകമായ പല മടങ്ങ് വലിപ്പത്തിൽ ഭയാനകമായ രീതിയിൽ കലാപങ്ങൾ ഭാരതത്തിലുടനീളം പൊട്ടിപ്പുറപ്പെട്ടേനെ. അതുകൊണ്ട് തന്നെ സർക്കാരിന് വഴങ്ങേണ്ടി വന്നു. പിന്നെ നെഹ്റുവിന് എപ്പോഴും തൻ്റെ സുഖങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഗാന്ധി പറയുന്നത് അനുസരിക്കുന്നതായിരുന്നു നല്ലത്. കാരണം ഗാന്ധി എപ്പോഴും ഒരു പ്രതിബിംബമായിട്ട്, ഒരു പ്രതിച്ഛായയായി, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരിച്ഛേദമായി, ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഐക്കൺ എന്നൊക്കെ പറയില്ലേ, കോൺഗ്രസിൻ്റെ ഐക്കണായി നിലനിർത്തുന്നത് കൊണ്ട് ഏറ്റവും പ്രയോജനമുണ്ടായിട്ടുള്ള ഒരാളാണ് നെഹ്റു. പട്ടേലിനെ പോലുള്ളവരുടെ ഒരു ധാർഷ്ട്യം കലർന്ന ദേശീയത കോൺഗ്രസിൽ നെഹ്റുവിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വിഘാതമാകുമ്പോൾ ഗാന്ധിയെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ് തടി തപ്പുകയായിരുന്നു നെഹ്റുവിൻ്റെ പതിവ്. അതുകൊണ്ട് തന്നെ ഗാന്ധി നെഹ്റുവിനെ സംബന്ധിച്ച് ഉപയോഗമുള്ളൊരു ഉപകരണമായിരുന്നു. മോട്ടിലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ തന്നെ അങ്ങനെയായിരുന്നു. കാരണം നെഹ്റുവിനെ ഗാന്ധിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണല്ലോ. കാരണം ഈ അഹമ്മദാബാദ് തുണിമില്ലിലെ സമരത്തിന് ശേഷമാണ് 1918, അതാണ് ഞാൻ വീണ്ടും വീണ്ടും ആ വർഷം ഓർമ്മിപ്പിക്കുന്നത്. ആ വർഷത്തിന് ശേഷമാണ് സത്യത്തിൽ ഗാന്ധി ഭാരതത്തിൽ തന്നെ അറിയപ്പെടുന്നതും പ്രസക്തമായൊരു ഭൂമിക ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ വ്യക്തിക്കുണ്ട് എന്നുള്ളൊരു പൊതുധാരണ ഭാരതമൊട്ടാകെ പരന്നു തുടങ്ങുന്നതും. കൃത്യമായിട്ടുള്ള പരസ്യങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് പലരും ആരോപിക്കുന്ന ശക്തികൾ ചെയ്തിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈവൻ അവരുടെ സർക്കാർ ഉത്തരവുകളിൽ പോലും ഗാന്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഗാന്ധി നമ്മുടെ ആളാണ് എന്ന് ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രേഖകളിലുള്ളതാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. അല്ലാതെ സംഘപരിവാർ നാഗ്പൂരിൽ നിന്ന് നിർമ്മിച്ച രേഖകളുമല്ല. പുരാതനമായിട്ടുള്ള ബ്രിട്ടീഷ് മ്യൂസിയത്തിലൊക്കെ, ഇപ്പോൾ ലണ്ടനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബ്രിട്ടീഷ് മ്യൂസിയം സന്ദർശിച്ച് ഭാരതവുമായി ബന്ധപ്പെട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടം മുതലുള്ള റെക്കോർഡുകൾ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊന്ന് പരിശോധിച്ച് നോക്കുക. പല കാര്യങ്ങളും നാം ഞെട്ടിപ്പോവും. കാരണം അസാധ്യ ക്ഷമ വേണം ഈ റെക്കോർഡുകളെല്ലാം ഒരു ക്രമമനുസരിച്ച്, കാലഘടനയനുസരിച്ച് പരിശോധിച്ച് വരുവാൻ. കാരണം ഒരെണ്ണം പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു റാൻഡമായിട്ട് എടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വാലും തലയും ഇല്ലാത്തൊരു രൂപമേ കിട്ടുകയുള്ളൂ. പക്ഷേ കൃത്യമായിട്ട് ഈ അധിനിവേശത്തിൻ്റെ ഒരു ചരിത്രം പഠിച്ചാൽ അധിനിവേശത്തിൻ്റെ ചരിത്രം മാത്രമല്ല നിങ്ങൾ തിരിച്ചറിയുക. ഈ അധിനിവേശത്തെ സഹായിച്ച പല വ്യക്തികളും ഭാരതത്തിലുണ്ടായിരുന്നു. അവരാരൊക്കെയാണെന്നുള്ള വിവരങ്ങൾ കൃത്യമായി, അവരെന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തു കൊടുത്തിരുന്നത്, അവരെ ബ്രിട്ടീഷുകാർ എങ്ങനെ കൈകാര്യം ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവരെ ബ്രിട്ടീഷുകാർ എങ്ങനെ പുരസ്കൃതരാക്കിയിരുന്നു എന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം ആദരണീയരായ പലരുടെയും പേരുകൾ കൃത്യമായി ബ്രിട്ടീഷുകാരുടെ കൈക്കൂലികളായിട്ട് ഈ രേഖകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഗാന്ധിയുടെ നിരാഹാര സമരവും ഈ സോനം വാങ്ചുക്കിൻ്റെ ഡയറ്റിങ്ങും തമ്മിൽ താരതമ്യം ചെയ്യുന്ന ജാതികുമാരന്മാരുടെ ഉദ്ദേശം പതിവ് പോലെ കുത്തിത്തിരിപ്പ് തന്നെയാണ്. പക്ഷേ ഈ താരതമ്യത്തിൽ ഒരു കൗതുകമുണ്ട്. ഗാന്ധിയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും
നിരാഹാരം കിടന്നിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സോനം വാങ്ചുക്കിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. ഗാന്ധിജിക്ക് പ്രശസ്തിക്കൊപ്പം തൻ്റേതായിട്ടുള്ളൊരു അപ്രമാദിത്വം കോൺഗ്രസ്സിലും ഭാരതത്തിലും ഉണ്ടായിരിക്കണം. ഞാൻ പറയുന്നതാണ് അവസാന വാക്ക്. മറ്റ് സുഖസൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും തൻ്റെ ഒരു അധികാരമില്ലാത്ത കിങ് മേക്കർ എന്നുള്ള ഒരു ഭൂമിക താൻ മരിക്കുവോളം നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ ഗാന്ധി പലപ്പോഴും ഒരു ആത്മഹത്യാ പ്രവണതയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കാണിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം പറയുമായിരുന്നു, സാധാരണ കിടക്കയിൽ കിടന്ന് മരിച്ചാൽ ഞാൻ വെറും ഗാന്ധി, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിൽ ഞാൻ കൊല്ലപ്പെട്ടാൽ ഞാൻ മഹാത്മാവാകുമെന്നുള്ളത്. അങ്ങനെയാണ് ഈ മഹാത്മാവെന്നുള്ള പേര് പോലും പലരും ചാർത്തിക്കൊടുത്തതാണ്, സുഭാഷ് ചന്ദ്രബോസ് ചാർത്തിക്കൊടുത്തതാണ് എന്നൊക്കെയുള്ള കഥകൾ ഉണ്ടെങ്കിൽ പോലും ഈ KM മാണി, കുഞ്ഞിന് മാണി സാർ എന്നാ ചെയ്തു തരേണ്ടത്, ഈ അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം സാർ എന്ന് ചേർക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം തന്നെ പറഞ്ഞ് സ്വയം മാണി സാറായി ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുത്താണ്. അതുപോലെ ഈ മഹാത്മാ എന്നുള്ളതും ഗാന്ധി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സൃഷ്ടിച്ചെടുത്ത പേരാണ് എന്നുള്ളതായിരുന്നു അംബേദ്കറിനെ പോലുള്ളവരുടെ പോലും അഭിപ്രായം. കാരണം ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിക്കില്ല, മിസ്റ്റർ ഗാന്ധി. അതിനപ്പുറത്തേക്ക് ഡോക്ടർ അംബേദ്കർ പോയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു അഭിപ്രായം കൂടി പങ്കുവച്ചത്. വിഷയം ഗാന്ധിയാണ്, സോനം വാങ്ചുക്കാണ്. രണ്ടുപേരും തമ്മിൽ നല്ല സാമ്യമുണ്ട്. ഈ ഒരു കാര്യത്തിൽ ജാതികുമാരൻ പറഞ്ഞതിനോട് ഒരു 60-65% ഞാൻ യോജിക്കുന്നു. ബാക്കി ഒരു 35% ജാതികുമാരൻ്റെ കുത്തിത്തിരിപ്പിനായി നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നു. ഉദരനിമിത്തം ബഹിർകൃത വേഷം. ജാതികുമാരൻ്റെ ഉപജീവനം അനാമനാഥം തൃപ്തി, അതിലാണല്ലോ നടന്നു പോകുന്നത്. നടക്കട്ടെ, കാരണം ഒരാളുടെ വയറ്റത്തടിക്കുന്നത് ശരിയല്ല. എന്നാലും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചതും വിശകലനമായി തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതും. ഈ വിഷയത്തെ സംബന്ധിച്ച് ഗാന്ധി, സോനം വാങ്ചുക് ഇവരെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പരമാവധി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.